ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ ആത്മവിശ്വാസം കൂട്ടാം എന്നതിനെ കുറിച്ചാണ്. ആത്മവിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ കഴിവിലുള്ള വിശ്വാസമാണ് ആത്മവിശ്വാസം. ഓക്കെ, നമ്മളോട് തന്നെയുള്ള ഒരു വിശ്വാസം, അതായത് നമ്മുടെ മനസ്സിനോട് നമ്മളോടുള്ള ഒരു വിശ്വാസം, നമ്മളെ കഴിവുകളിൽ, നമ്മളെന്ന വ്യക്തിയിൽ നമുക്കുണ്ടാകുന്ന ഒരു വിശ്വാസമാണ് ആത്മവിശ്വാസം. എങ്ങനെ ആത്മവിശ്വാസം കൂട്ടാം, എങ്ങനെ നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളെ നേരിടാം, എങ്ങനെ ആ സാഹചര്യങ്ങളിൽ നമ്മൾ ആത്മവിശ്വാസം അത് സാധാരണ ഉള്ള പോലെ തന്നെ അല്ലെങ്കിൽ കുറച്ചും കൂടി ബൂസ്റ്റ് ചെയ്തിട്ട് നിലനിർത്താം എന്നാണ് ഇന്നത്തെ വീഡിയോ സംസാരിക്കാൻ പോകുന്നത്. ആത്മവിശ്വാസത്തിന് വേണ്ടത് ആദ്യം തന്നെ വേണ്ടത് മൈൻഡ്ഫുൾനെസ് ആണ്. അതായത് നമ്മുടെ മൈൻഡ് ക്ലിയർ ആയിരിക്കണം, ഷാർപ്പറായിരിക്കണം, മറ്റുള്ളവരോട് ഇടപഴകാൻ പഠിക്കണം. അതായത് സോഷ്യൽ ആങ്സൈറ്റി പോലുള്ള ആങ്സൈറ്റികളും മറ്റുള്ളവയെല്ലാം ഒഴിവാക്കണം. അതാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത്. ആങ്സൈറ്റികളെല്ലാം ഒഴിവാക്കാനായിട്ട് നിങ്ങൾക്ക് മൈൻഡ്ഫുൾനെസ് യോഗ ചെയ്യാം, നിങ്ങളുടെ ഫിസിക്കൽ എക്സസൈസ് ചെയ്യാം, മറ്റ് മൈൻഡ് റിലാക്സിങ് കാര്യങ്ങളൊക്കെ വായിക്കാം, കൂടുതൽ അറിവ് നേടാം. അതെല്ലാം നടത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഇതാക്കാം. ഓവർ തിങ്കിങ് കുറച്ചാൽ തന്നെ കുറേ ഭാഗം സ്ട്രെസ് കുറയും, കുറേ ഭാഗം സമ്മർദ്ദം കുറഞ്ഞാൽ തന്നെ കുറേ ഭാഗം ആങ്സൈറ്റിയും കുറയും. എല്ലാ ട്രീറ്റ്മെൻറ്റുകൾ നടത്തുമ്പോഴും ആൾക്കാർ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ സ്ട്രെസ്സ് കുറക്കാനാണ്. കാരണം സ്ട്രെസ്സ് നമ്മുടെ ശരീരത്തിനെയും നമ്മുടെ ആത്മവിശ്വാസത്തിനെയും വിൽ പവർ നശിപ്പിക്കുന്ന ഒന്നാണ്. കാരണം നമ്മൾ ഓവർ തിങ്ക് ചെയ്ത് നമ്മളൊരു കാര്യത്തെക്കുറിച്ച് തന്നെ ആലോചിച്ച് കൂട്ടുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ സ്ട്രെസ്സ് വരുന്നത്, സമ്മർദ്ദം ശാരീരികമായും മാനസികമായും നമ്മളെ തളർത്തും. ഈ സ്ട്രെസ്സ് വരുന്നതിലൂടെ നമ്മളെ വളരെ പെട്ടെന്ന് ദേഷ്യം വരും, നമ്മൾ വളരെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരു സ്വഭാവമാവും. അങ്ങനെ ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. നമുക്ക് നമ്മളോട് തന്നെയുള്ള ഒരു വിശ്വാസം നഷ്ടപ്പെടും. നമ്മൾ ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ കഴിവുകളിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക. നമുക്കിത് ചെയ്യാൻ പറ്റുമെന്ന് ആദ്യം ചിന്തിക്കുക. നമുക്ക് ഈ കാര്യം ചെയ്യാൻ പറ്റും, നമുക്ക് ഈ കാര്യത്തിൽ മുന്നോട്ട് പോകാൻ പറ്റും, നമുക്ക് എല്ലാത്തിനെയും ഫേസ് ചെയ്യാനുള്ള ധൈര്യമുണ്ടെന്ന് ചിന്തിക്കുക. ആദ്യം ചിന്താഗതിയാണ് മാറേണ്ടത്, എന്നാലേ മനുഷ്യൻ മാറുള്ളൂ. ചിന്താഗതി മാറുമ്പോൾ തന്നെ സ്വഭാവം മാറും. നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത്? ഈ ലോകത്ത് ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. എല്ലാത്തിനെയും സധൈര്യം നേരിടാൻ പറ്റും. അതിനുള്ള ഊർജ്ജം നമുക്കുണ്ട്, അതിനുള്ള കഴിവ് നമുക്കുണ്ട്. ആദ്യം തന്നെ നമുക്ക് അതിനുള്ള കോൺഫിഡൻസ് നമുക്കുണ്ട്. നമ്മൾ നമ്മുടേതായ തെറ്റുകൾ, നമ്മളെ കുറവുകൾ തന്നെ നിങ്ങൾ ആദ്യം തിരിച്ചറിയാൻ പറ്റും. എന്നിട്ട് അതെങ്ങനെ തിരുത്തണം എന്ന് തിരിച്ചറിയാം. നമ്മളെ കയ്യിൽ നിന്ന് വരുന്ന മിസ്റ്റേക്കുകൾ നമ്മളതെങ്ങനെ മാറ്റും എന്നുള്ളത് അനുസരിച്ചിരിക്കും ആ മിസ്റ്റേക്കിന്. അതായത് ഒരു പ്രോബ്ലം വന്നിട്ട് അത് എല്ലാ ഘട്ടത്തിലും ഒരുപോലെ നേരിടുന്ന കൂട്ടർക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവില്ല. നെക്സ്റ്റ് സ്റ്റെപ്പ് വെക്കണം. അതായത് നമ്മളെ ലൈഫിൽ അടുത്ത ചുവട് മുമ്പോട്ട് വെക്കണം. നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങണം, ജനങ്ങളോട് സംസാരിക്കണം, മറ്റുള്ളവരോട് സംസാരിച്ച് നമ്മുടെ കോൺഫിഡൻസ് കൂട്ടണം, ഒരുപാട് ആൾക്കാരുമായിട്ട് ഇടപഴകണം. കാരണം നമുക്ക് എപ്പോഴും ഒരു കംഫർട്ട് സോണിൽ മാത്രം നിൽക്കാൻ പറ്റില്ല, അതിൻ്റെ പുറത്തിറങ്ങേണ്ട ചില സിറ്റുവേഷൻസ് വരും. അപ്പോൾ അതിനെ നേരിടാൻ എപ്പോഴും തയ്യാറായിരിക്കണം. ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, വളരെ ഷോർട്ട് ടൈമേ ഉള്ളൂ. ആ ടൈമിനുള്ളിൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുക, നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യുക, നമ്മളെ മൈൻഡ് ഇതാക്കുക, നമ്മളെ ഒരു സക്സസ്ഫുൾ മൈൻഡ് സെറ്റ് ആയിരിക്കുക. നിങ്ങളെ കഴിവുകൾ, ഇപ്പോഴുള്ള കഴിവുകളെ കൂട്ടുക, പുതിയ കഴിവുകൾ ഉണ്ടാക്കുക, അതിൽ ഫോക്കസ് ചെയ്യുക, എന്നിട്ട് മുന്നോട്ട് പോവുക. മറ്റുള്ളവരെടുക്കുന്ന സപ്പോർട്ട് വേണ്ടപ്പോൾ സപ്പോർട്ട് വാങ്ങുക, ഫ്രണ്ട്സിൻ്റെ അടുക്കുന്ന, ഫാമിലിയുടെ അടുക്കുന്നൊക്കെ സപ്പോർട്ട് ചെയ്യുക. നല്ല സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സും ഫാമിലിയും ഉണ്ടാകുന്നത് തന്നെ ഏറ്റവും നല്ല കാര്യമാണ്. അതുവഴി തന്നെ നമ്മുടെ ലൈഫ് മാറും, നമ്മളെ ചിന്താഗതികൾ മാറും. നമ്മൾ പോസിറ്റീവ്, നമ്മളെ സറൗണ്ടിങ്സ് മൊത്തം പോസിറ്റീവ് വൈബ് കൊണ്ട് ഇതാക്കുക. അതായത് തല്ലുന്നത് ഇതാക്കുന്ന പോലത്തെ സിറ്റുവേഷനിൽ പോയി പെടാതെ, അതൊക്കെ നോക്കി ഇരിക്കാതെ നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യുക. അതായത് നമ്മളെ ചുറ്റുമുള്ള നെഗറ്റീവ് വൈബുകളെ മൊത്തം മാറ്റി പോസിറ്റിവിറ്റി കൊണ്ട് നിറയ്ക്കുക. അപ്പം നമ്മളും പോസിറ്റീവാകും. നെഗറ്റീവിൻ്റെ അടുക്ക പോയാൽ നെഗറ്റീവ് കിട്ടും, പോസിറ്റീവിന് അടുക്ക പോയാലേ പോസിറ്റീവ് കിട്ടും. അത് മുല്ലപ്പൂമ്പടി ഏറ്റിക്കിടക്കും കല്ലിന് കൊണ്ടൊരു സൗരഭ്യം എന്നാണ് കവി പറഞ്ഞിരിക്കുന്നത്. അപ്പം അതേപോലെ തന്നെ നമ്മൾ പോസിറ്റിവിറ്റിയിൽ നിന്നാൽ നമുക്ക് പോസിറ്റിവിറ്റി കിട്ടും, നെഗറ്റീവിൻ്റെ അടുക്ക നിന്നാൽ നെഗറ്റീവ് കിട്ടും. ലൈഫ് ഒരു സമുദ്രം പോലെയാണ്, അതിന് തിരകൾ ഉണ്ടാവാം. ആ തിരകൾ ഇങ്ങനെ മാറി മാറി വരാം. ഓരോ വേവ് വരുമ്പോൾ നമ്മൾ വിചാരിക്കും
ഇതായിരിക്കും ഏറ്റവും വലുത്. പക്ഷേ ഈ വേവുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ലൈഫ് കളർഫുൾ ആക്കണമെങ്കിൽ നമ്മുടെ ചിന്താഗതികളും കളർഫുൾ ആയിരിക്കണം. ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കളർഫുള്ളായിട്ട് ചിന്തിക്കുക, നമ്മൾ ഓരോ ചേഞ്ചസിനെ ആക്സെപ്റ്റ് ചെയ്യുക, അല്ലാതെ പഴഞ്ചൻ വൈബ് അടിച്ചിട്ട് നിൽക്കലല്ല. നമ്മൾ നൊസ്റ്റാൾജി അടിച്ചിട്ടല്ല എല്ലാവരും ചെയ്യുന്ന സംഭവം തന്നെയാണ്. പക്ഷേ ആ നൊസ്റ്റാൾജിയുടെ ലൂപ്പ് പെടാതെ പോസിറ്റീവ് ഇന്നത്തെ കാര്യങ്ങൾ ചിന്തിക്കുക, ലൈഫിൽ കൂടുതൽ കളേഴ്സ് കൊണ്ടുവരാൻ നോക്കുക, ആ കളറുകളെ എൻജോയ് ചെയ്യുക. അതാണ് ആദ്യം വേണ്ടത്. അതിന് വേണ്ടത് മൈൻഡ്ഫുൾനെസ് ആണ്. ഏതൊരു പ്രശ്നത്തെയും നേരിടാൻ വേണ്ടത് സെൽഫ് കോൺഫിഡൻസ് ആണ്. ആത്മവിശ്വാസമുള്ളവന് നേരിടാൻ കഴിയാതെ ഒരു പ്രശ്നവും ഈ ലോകത്തില്ല എന്നാണ്. നമ്മൾ നമ്മുടെ ചുറ്റുപാടും പോസിറ്റീവ് ആക്കുക. അതായത് നമ്മുടെ ഡ്രസ്സിങ്, ഇതൊക്കെ നമ്മളൊരു ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്ന കാര്യമാണോ എന്ന് ചോദിക്കും. പക്ഷേ എങ്കിൽ അതിനൊക്കെ സമൂഹത്തിലെ വിലയുണ്ട്. കാരണം നമ്മൾ പല സിറ്റുവേഷൻസിൽ പലതരം ഡ്രസ്സിങ്ങാണ് ചെയ്യുന്നത്. അത് നമ്മുടെ കോൺഫിഡൻസിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. നല്ല ഡ്രസ്സ് ചെയ്യുക, നമ്മുടെ ശരീരത്തിനെ നല്ല രീതിക്ക് ഫിസിക്കലി വ്യായാമമെല്ലാം ചെയ്ത് ഫിറ്റാക്കി വെച്ചാൽ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. നമ്മൾ സ്വന്തം ശരീരത്തെ സ്നേഹിക്കുക, സ്വന്തം മനസ്സിനെ സ്നേഹിക്കുക, ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കുക. അതാണ് ആദ്യം വേണ്ടത്. ലൈഫ് ഇങ്ങനെ പരന്നു കിടക്കുകയാണ്. നിങ്ങളുടെ ഗോളുകൾ അച്ചീവ് ചെയ്യാനായിട്ട് ഉള്ള എളുപ്പ വഴികളാണ് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ ഇത്രയും നേരം ഇരുന്ന് കണ്ട എല്ലാവർക്കും നന്ദി. നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം എന്ന പ്രതീക്ഷയോടെ മല്ലു മോട്ടിവേറ്റർ സൈനിങ് ഔട്ട്. ബൈ.